നമസ്കാരം. വാസ്തുശാസ്ത്രം ഏതൊരാളുടെയും ജീവിതവുമായി ഏറെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും ശുഭകരവും അതേപോലെ തന്നെ ഓർക്കാൻ ആഗ്രഹിക്കാത്തതായ പല കാര്യങ്ങളും വാസ്തുവിന്റെ സ്വാധീനത്താൽ കൂടി നടക്കുന്നു എന്നാണ് വിശ്വാസം. ഏതൊരു വസ്തുവിന്റെയും സ്ഥാനം, ദിശ എന്നിവയുമായി വാസ്തു ബന്ധപ്പെട്ടിരിക്കുന്നതുമാണ്. ഇത് പ്രകാരം നോക്കുമ്പോൾ അഥവാ വാസ്തുശാസ്ത്രത്തിൽ ഏറെ പ്രത്യേകതകളുള്ള ഒന്നാണ് മഞ്ഞൾ എന്ന സസ്യം. മഞ്ഞളിന് നിരവധിയാർന്ന പ്രത്യേകതകളുണ്ട്. ആ മഞ്ഞളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. മഞ്ഞൾ ഭാഗ്യം, സമൃദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ടിരിക്കുന്നതായ ഒരു സസ്യമാകുന്നു. മഞ്ഞളിന്റെ തിളക്കമുള്ള മഞ്ഞ നിറം സൂര്യന്റെ തിളക്കത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത് പോലും. അത്രമേൽ പ്രാധാന്യമുണ്ട്. കൂടാതെ ഭാഗ്യം, പോസിറ്റീവായ ഊർജം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നതുമാണ്. ആരാധനാലയങ്ങളെ ശുദ്ധീകരിക്കുവാനും കൂടാതെ മറ്റ് നിരവധി ചടങ്ങുകളിലും മതപരമായ ആചാരങ്ങളിലും ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ് മഞ്ഞൾ. അതിനാൽ മഞ്ഞളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ വീടുകളിൽ മഞ്ഞൾ വളരുന്നു എങ്കിൽ ഈ കാര്യത്തിന് പ്രാധാന്യം നൽകണം. തെക്ക് ദിശയ്ക്ക് പ്രാധാന്യമുണ്ട്. എന്നാൽ തെക്ക് മഞ്ഞൾ നിങ്ങൾ വളർത്തുന്നു എങ്കിൽ അത് ദോഷകരമായി ഭവിക്കും എന്നാണ് പറയുക. പ്രത്യേകിച്ചും ധനപരമായ നഷ്ടങ്ങൾ ആ വീടുകളിലേക്ക് കടന്നു വരുന്നതിന് കാരണമായി തീരും. കൂടാതെ നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളുടെ മേൽ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ ശത്രുക്കൾക്ക് വിജയങ്ങളും നിങ്ങൾക്ക് പരാജയങ്ങളും സംഭവിക്കും. കാരണം നെഗറ്റീവ് ഊർജത്തിന്റെ വർധനവ് ആ വീടുകളിൽ ഉണ്ടായി എന്ന് വരാം. അതിനാൽ ഈ ദിശ ശുഭകരമല്ല മഞ്ഞൾ വളർത്തുവാൻ എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പടിഞ്ഞാറ് ദിശയിൽ പലരും മഞ്ഞൾ വളർത്തുന്നതാണ്. ഇത് ശുഭകരമായി കണക്കാക്കുന്നതുമാകുന്നു. ഉത്തമമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. അതിനാൽ ഈ ദിശയിൽ വളർത്തുന്നതിലൂടെ ആ വീടുകൾക്ക് ഐശ്വര്യവും ഇരട്ടിയായി പോസിറ്റീവായ ഊർജവും ദേവിയുടെ അനുഗ്രഹവും ആ വീടുകളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. വടക്ക് പടിഞ്ഞാറ് ദിശയാണ് എങ്കിൽ അഥവാ ഈ ദിശയിലാണ് നിങ്ങൾ മഞ്ഞൾ വളർത്തുന്നത് എങ്കിൽ സ്നേഹം വർദ്ധിക്കും എന്നാണ് പറയുക. അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പോസിറ്റീവായ എനർജിയെ ആകർഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ നെഗറ്റീവായ കാര്യങ്ങൾ, നെഗറ്റീവായ എനർജിയെ തടയുവാനും മഞ്ഞളിന് പ്രത്യേകമായ കഴിവുണ്ട് എന്ന് വാസ്തുശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ളതാകുന്നു. ലോകമെമ്പാടുമുള്ള സമൃദ്ധിയുടെയും സമ്പത്തിന്റെയും പ്രതിനിധാനമായാണ് മഞ്ഞൾ കണക്കാക്കുന്നത്. പലരുടെയും വീട്ടിൽ മഞ്ഞൾ ചെടി വളർത്താറുമുണ്ട്. എന്നാൽ ഭൂരിഭാഗം പേരും വാസ്തുശാസ്ത്രത്തിന്റെ അനുസൃതമായിട്ടായിരിക്കില്ല മഞ്ഞൾ വളർത്തുന്നത് എന്നതാണ് വാസ്തവം. ഇത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ വീടിന്റെ ശരിയായ ദിശയിൽ ഒരു മഞ്ഞൾ ചെടി വയ്ക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം, കൃപാകടാക്ഷത്തെ ആകർഷിക്കുവാൻ സാധിക്കും എന്ന് വാസ്തുവിൽ പരാമർശിക്കുന്നതാണ്. കാരണം സാക്ഷാൽ മഹാലക്ഷ്മി ദേവി എപ്പോഴും കളങ്കരഹിതമായ അന്തരീക്ഷത്തിലാണ് താമസിക്കുക അഥവാ വസിക്കുക. അതിനാൽ മഞ്ഞൾ ചെടിയുടെ ചുറ്റുമുള്ള പ്രദേശം വൃത്തിയായി തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. വീടിനുള്ളിൽ മഞ്ഞൾ ചെടി വളർത്തുന്നത് ഭാഗ്യമാണ് എന്ന് വാസ്തുവിൽ പരാമർശിച്ചിട്ടുള്ളതുമാണ്. വീട്ടിൽ മഞ്ഞൾ ചെടി വളർത്തുകയാണ് എങ്കിൽ അത് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ ഏറ്റവും ശുഭകരമായി തീരും. സാമ്പത്തിക പരാധീനതകൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. കൂടാതെ വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസമാണ് എങ്കിലും ബുധൻ അല്ലെങ്കിൽ വ്യാഴം ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ സമർപ്പിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും എന്നാണ് പറയുക.
ആ വ്യക്തികൾക്ക് പല അനുകൂലമായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ ഭാഗ്യം നിങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം പണം ഉണ്ടാക്കുവാനുള്ള പ്രതിവിധിയായി 5 മഞ്ഞൾ കഷ്ണങ്ങൾ നിങ്ങളുടെ പണപ്പെട്ടിയുടെ അടുത്ത് പണം ഉണ്ടാക്കുവാനുള്ള പ്രതിവിധിയായി നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട്. 5 മഞ്ഞൾ കഷ്ണങ്ങൾ നിങ്ങളുടെ പണപ്പെട്ടിയുടെ അടുത്ത് ഒരു തുണിയിൽ കെട്ടി സൂക്ഷിക്കുക. ഇത് പണമൊഴുക്ക് പ്രോത്സാഹിപ്പിക്കുകയും നല്ല സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി നിലനിർത്തുന്നതിനും സഹായകരമായി തീരും. അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്നതുമാണ്. എന്നാൽ പടിഞ്ഞാറ് ദിശയിൽ ഒരു മൂട് മഞ്ഞൾ നട്ടതിന് ശേഷം മറ്റെവിടെയെങ്കിലും നടുകയാണ് എങ്കിൽ അത് ദോഷകരമല്ല. എന്നാൽ പടിഞ്ഞാറ് ദിശയിൽ ഇല്ലാതെ മറ്റ് ദിശകളിൽ നിങ്ങൾ വളർത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകും. മഞ്ഞൾ ചെടി പതിവായി നനയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. ഇപ്രകാരം ചെയ്യുന്നത് മഹാലക്ഷ്മി കടാക്ഷം അഥവാ ദേവിയുടെ അനുഗ്രഹം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. വാടിയ മഞ്ഞൾ ചെടി വീടുകളിലുണ്ട് എങ്കിൽ അത് അശുഭകരമായ ഫലങ്ങൾ, തിരിച്ചടികൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ഒഴിഞ്ഞു പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് കാരണമായി തീരും. അതിനാൽ തന്നെ വാടിയ മഞ്ഞൾ ചെടി ഒഴിവാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റു ചില കാര്യങ്ങളുണ്ട്. അല്ല എങ്കിൽ ആ വീടുകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഫലം, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നില്ല. മഹാലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുവാനും ഈ കാര്യങ്ങൾ സൂക്ഷിക്കുക. അഴുക്ക് ജലം പലപ്പോഴും വീടുകളിൽ ഒഴുകുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടാകാവുന്നതാണ്. അത് ശുഭകരമായ ഒരു കാര്യവുമല്ല. എന്നാൽ വീടുകളിൽ മഞ്ഞൾ ചെടി അഴുക്ക് ജലത്തിന്റെ അടുത്ത് നിൽക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒഴുകി മഞ്ഞൾ ചെടിയുടെ അടുത്ത് വരുന്നു എങ്കിൽ അത് ശുഭകരമായ ഫലം നിങ്ങൾക്ക് നൽകില്ല എന്നതാണ് വാസ്തവം. അഴുക്ക് ജലം എന്ന് പറയുമ്പോൾ അലക്കുകല്ലിന്റെ അടുത്തായി മഞ്ഞൾ ചെടി വളർത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുന്നതല്ല. കാരണം തിരിച്ചടികൾക്ക് കാരണമായി തീരാം. ഈ അഴുക്ക് ജലം മഞ്ഞൾ ചെടിയിലേക്ക് ഒഴുകുന്നത് ശുഭകരമായി ഭവിക്കില്ല എന്നതാണ് വാസ്തവം. മുള്ളുള്ള ചെടികളുണ്ട് എങ്കിൽ അതിന്റെ അടുത്തായി മഞ്ഞൾ ചെടി വളർത്തുന്നത് ശുഭകരമല്ല. അത് നിങ്ങൾക്ക് കൂടുതൽ ദോഷകരമായ അല്ലെങ്കിൽ ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് കാരണമായി തീരാം. കൂടാതെ ഒരിക്കലും മഞ്ഞൾ ചെടിയുടെ മുകളിൽ വരാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. അതും അശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. ആ വീടിന്റെ ഉയർച്ചയെ അല്ലെങ്കിൽ ആ വീട്ടിലെ അനുകൂലമായ ഊർജങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമായി തന്നെ പരാമർശിക്കാം. പലരും മഞ്ഞൾ വളർത്തുവാൻ ശ്രമിക്കുകയും എന്നാൽ ചില മഞ്ഞൾ ചെടികൾ മുരടിച്ച് പോകുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. നിങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിൽ സംഭവിക്കുന്നു എങ്കിൽ അത് ശുഭകരമായിരിക്കില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ തീർച്ചയായും അത്തരം ചെടികൾ ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ്. ചിലർ വീടിന്റെ അഥവാ മഞ്ഞൾ ചെടിയുടെ അടുത്തായി തന്നെ തീ കത്തിക്കുന്നവരുണ്ടാകാം. അത് പല വസ്തുക്കളുമാകാം. എന്നാൽ എന്ത് തന്നെയാണ് എങ്കിലും ഒരിക്കലും മഞ്ഞൾ ചെടിയുടെ അടുത്തായി തീയിടാൻ പാടില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ വളരെ ദേഷ്യത്തോടെ മഞ്ഞൾ ചെടിയെ പരിപാലിക്കുന്നത് ശുഭകരമായി ഭവിക്കുന്നതുമല്ല. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മഞ്ഞൾ ചെടിയെ പരിപാലിക്കുന്നതിലൂടെ തീർച്ചയായും ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും വർദ്ധിക്കുന്നതാണ്. മഹാലക്ഷ്മി ദേവി ആ വീടുകളിൽ വസിക്കുന്നതിന് സഹായകരമായി തീരും എന്നതാണ് വാസ്തവം. കൂടാതെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, പലരും മഞ്ഞൾ ചെടി വന്ന് ആവശ്യപ്പെടുന്നുണ്ടാകാം. നിങ്ങൾ അത് നൽകുകയും ചെയ്യും. എന്നാൽ ഈ നൽകുന്നതായ അവസരത്തിൽ പലരും സൂര്യാസ്തമയ സമയമാണോ എന്നോ സന്ധ്യാസമയമാണോ എന്ന് നോക്കാതെ പറിച്ച് നൽകുന്നതുമാണ്. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കും എന്നുള്ളതാണ്. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. മഞ്ഞൾ ചെടി വളർത്തുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വളർത്തുക.